ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രെയിലർ റിയാക്ഷനാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ, അനശ്വര ഇന്ദ്രജിത്ത് കോംബോ ആണ് ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ട്രെയിലറിൽ എങ്ങനെയാണ്, പടത്തെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും സൂചനകൾ തരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ട്രെയിലറിലേക്ക് പോകാം. ഞാനിവിടെ ബസ് സ്റ്റാൻഡിന്റെ മുമ്പിലാ. തിരുവനന്തപുരത്ത് എവിടെ എങ്ങനെയൊക്കെ പോണെന്ന് ഗൂഗിൾ ഒക്കെ നന്നായിട്ട് എനിക്കറിയാം. ഒരു കോമഡി ഡ്രാമയാണെന്ന് തോന്നുന്നു. കണ്ണുകൊണ്ട് കണ്ടതാ. വലവീശി കഴിഞ്ഞു. അതെ, എത്ര മണിക്കാ കല്യാണം? 9:30. ഈ കല്യാണം അച്ഛന് സംശയമാണ്. പടം ഒരു കളർഫുൾ ആയിട്ടാണ് തോന്നുന്നത്. ആ കാറും കോട്ടും കണ്ടോ, വലിയ പുള്ളി എന്നാ തോന്നുന്നത്. ഞാനേ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്, ഈ ഊട്ടിയിലുള്ളവരൊക്കെ എവിടെയാ ടൂർ പോകുന്നത്. ഒരു ഒരുപാട് പരിചയമുണ്ട് കേട്ടോ. സംശയിച്ചു. എന്ത് സംശയം? ചേട്ടാ വിളിക്കണോ അങ്കിളെ വിളിക്കണോ? എപ്പോ ഒരുത്തി കല്യാണം ട്രെയിലർ കഴിക്കാൻ സൂചിപ്പിക്കുന്ന ഒരു ട്രാവലിംഗ് ആണ്. ഇവരെ costumes ഒന്നും അങ്ങനെ change ആവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇരുപത്തില്ല. ഒരു ദിവ്യ തെറ്റിദ്ധരിക്കല്ലേ? വൺ നൈറ്റ് ട്രാവൽ ആണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ കരഞ്ഞാ ഇനി വലുതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ? പോട്ടെ. എന്തോ നടത്തിട്ട് ഇത് എങ്ങനെയുണ്ട്? കുറച്ച് കണവയും പുറത്തും കൂടെ മിക്സ് ചെയ്ത് അടിച്ചു നോക്കി. ആദ്യം കണ്ടപ്പോ നിങ്ങൾ തമ്മിൽ എത്ര മാച്ച് ഇല്ലാന്ന് തോന്നി. തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടോ? തമിഴ്നാടാണോ എന്തിനാ ചിരിക്കുന്നെ? ഞാൻ ചോദിച്ചില്ലല്ലോ ചേട്ടാ. ഒരു കല്യാണം കഴിക്കാൻ ഇത്രയൊക്കെ ആലോചിക്കണം എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. ഭാഷയില് ഇപ്പൊ സംഭവം വർക്കൗട്ടായില്ലേ? വർക്കൗട്ടായി. ഇക്കാലത്തെ പിള്ളേരുടെ കാര്യമാണേ, ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാ ചേട്ടൻ മറ്റേ അമ്മ ഉണ്ടായി പോണം. മിസ്റ്റർ മിസ്സിസ് ബാച്ചിലർ. സംഭവം ഒരു കളർഫുൾ എന്റർടൈനർ ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. കോമഡി ഡ്രാമയാണ്. ട്രെയിലർ വളരെ നല്ലൊരു പ്രോമിസിങ് അല്ല. ഒരു ജസ്റ്റ് ഒരു ഫൺ മൂഡിൽ പോകുന്ന ഒരു വൺ നൈറ്റ് സ്റ്റോറിയാണ് തോന്നുന്നു കണ്ടിട്ട്. ഭൂരിഭാഗവും ഒരു കാറും അതുമായി ഒരു കാറിൽ ട്രാവലിംഗ് ഒരു ചെക്കിങ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതൊരു ഫൺ എൻ്റർടൈനറായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ട്രെയിലർ. ഇന്ദ്രജിൻ്റെ ഇതുപോലെ തന്നെ മുന്നിറങ്ങിയ മാരിവില്ലിൻ ഗോപുരങ്ങൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ട്രെയിലർ കുറച്ചും കൂടിയും പ്രോമിസിങ് അല്ല, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന്. പടം ഇറങ്ങിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സൈലൻ്റ് ഹിറ്റ് അടിക്കുന്ന പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അനശ്വര അത്യാവശ്യം കോമഡി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരു ഗുരുവായൂരമ്പലനടയിലൊക്കെ ഉള്ള റേഞ്ച് ആണെങ്കിൽ ഓക്കെ. പക്ഷെ പൈങ്കിളി ലെവലിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം കയ്യിൽ നിന്ന് പോവും. അപ്പോൾ ദീപു കരുണാകരൻ്റെ ഡയറക്ഷനിൽ എങ്ങനെയുണ്ട് പടം എന്ന് നമുക്ക് റീൽസ് ആകുമ്പോൾ കാണാം. ട്രെയിലർ ഒരു ആവറേജ് ട്രെയിലറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ഫൺ എൻ്റർടൈനർ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് വന്നിട്ട് പടം റിലീസായതിനു ശേഷം എന്താണെന്ന് നമുക്ക് കാണാം. ഓക്കെ, ബൈ.